ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. സൺഡേ അല്ലേ, അപ്പോൾ പുറത്തെല്ലാം പോയി ഒന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ചില്ലായിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ കളമശ്ശേരി കാട്. അപ്പോൾ നമ്മൾ കാടെല്ലാം താണ്ടി യാത്ര പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊച്ചി വൈപ്പിലെ റസ്റ്റിക് ലേഷർ ഹോട്ടൽ ആൻഡ് റിസോർട്ട്സിലേക്കാണ്. അപ്പോൾ ഞാൻ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കണ്ടാണ് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്ന് ഇങ്ങോട്ടേക്ക് വരാം എന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 799 നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് അടിപൊളിയായിട്ടുള്ള സീ ഫുഡൊക്കെ തന്നെ കഴിക്കാം. ആക്ച്വലി ഇതൊരു സൺഡേ ബ്രഞ്ചാണ്. നമുക്ക് സൺഡേസിൽ മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. മാത്രമല്ല ഇതിൻ്റെ പുറത്തായാലും ഒരുപാട് നല്ല രസമുള്ള ഏരിയാസാണ്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും പ്രീ ബുക്കിംഗ് ചെയ്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. അപ്പോൾ നമുക്കിനി അകത്തേക്ക് പോകാം. നമ്മളെപ്പോലെ തന്നെ പ്രീ ബുക്കിംഗ് ചെയ്ത് ഫുഡ് കഴിക്കാനായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ കറങ്ങി നടന്നപ്പോഴേക്കും ഇങ്ങനെ കുറച്ച് ആൾക്കാരെ കണ്ടു. അപ്പോൾ എനിക്കവരെ ഭയങ്കര ഇഷ്ടമായി. അതിൽ ഈ ഒരു ചെറുക്കനാണെങ്കിൽ ഇങ്ങനെ ക്യാമറയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ അവനെയാണ് ഷൂട്ട് ചെയ്യുന്നത് അവന് മനസ്സിലായെന്ന് തോന്നുന്നു. കറക്റ്റ് ക്യാമറയെ തന്നെ കുറേ നേരം വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമുക്ക് എൻട്രി കിട്ടി. ഇനി അകത്തേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. എനിക്കിവിടെ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് ഒരുപാട് വെറൈറ്റി ഓഫ് സീ ഫുഡുണ്ട്. അപ്പോൾ ആദ്യം തന്നെ സൂപ്പുണ്ട്, അതുപോലെ തന്നെ സാലഡ്സിൻ്റെ ഒരു പ്രത്യേകം സെഷൻ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാടൻ അപ്പം, പൊറോട്ട, കടലക്കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ ട്രൈ ചെയ്യാനായിട്ട് നിന്നില്ല, കാരണം ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും അല്ലാതെ തന്നെ കഴിക്കുന്നതാണല്ലോ. അപ്പോൾ അവിടെ പാൽക്കപ്പ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്കതൊന്ന് കഴിക്കണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പാൽക്കപ്പയാണ് ട്രൈ ചെയ്തത്. പാൽക്കപ്പയുടെ കൂടെ തന്നെ നല്ല പുളിയൊക്കെ ഇട്ടിട്ടുള്ള നല്ല മീൻകറി ഉണ്ടായിരുന്നു, അതെടുത്തു. പിന്നീട് കണവ റോസ്റ്റ് ഉണ്ടായിരുന്നു, കൊഞ്ച് റോസ്റ്റ് ഉണ്ടായിരുന്നു. കൊഞ്ച് ഞാൻ എടുത്തില്ല, കാരണം എനിക്ക് കൊഞ്ച് ചെറുതായിട്ട് അലർജി ഉണ്ട്, അതുകൊണ്ട് ഞാൻ അത് കഴിച്ചില്ല. അതുകൊണ്ട് ഞാൻ കണവ എടുത്തു. പിന്നെ ഇത് ഫിഷ് ഫ്രൈ ആണ്, ഫിഷ് ഫ്രൈയും എടുത്തു. അങ്ങനെ ഇതൊക്കെ എടുത്തതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വാട്ടർമെലൺ ജ്യൂസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് തന്നെ ഞാൻ അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ നല്ല ജ്യൂസായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സൈഡിൽ നിന്ന് ട്രൈ ചെയ്യാനായിട്ട് പോയി. പാൽക്കപ്പ ഭയങ്കര ജ്യൂസി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പ്ലേറ്റിൽ എടുത്തപ്പോൾ തന്നെ അത് മീൻകറിയായിട്ട് ഓൾറെഡി ബ്ലെൻഡ് ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റുമായിരുന്നു. നല്ല പുളിമുളകൊക്കെ ഇട്ടിട്ടുള്ള മീൻകറി ആയതുകൊണ്ട് കപ്പയായിട്ട് കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരുന്നു. പിന്നെ കണവ റോസ്റ്റും പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ അടുത്ത എന്തെങ്കിലും ട്രൈ ചെയ്യാനായിട്ട് പോയി. അപ്പോൾ ഇത് ഫിഷ് ബിരിയാണിയാണ്. ബിരിയാണി കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചു, ഇന്ന് കുറച്ച് നാടൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് ചോറെടുത്തു. ചോറിൻ്റെ കൂടെ തന്നെ അവിടെ സൈഡിലായിട്ട് നമ്മുടെ മാങ്ങ ഇട്ടിട്ടുള്ള നല്ല മീൻകറി ഉണ്ടായിരുന്നു, അതും ഞാൻ കുറച്ചെടുത്തു. അതിൻ്റെ കൂടെ തന്നെ നെത്തോലി പീരത്തോരനും അതുപോലെ തന്നെ കൊഞ്ച് ചമ്മന്തി ഉണ്ടായിരുന്നു. സീ ഫുഡ് ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് സ്പെഷ്യലായിട്ടും ഇവിടെ വന്ന് ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. എല്ലാം തന്നെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, ഒന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ട് തന്നെയായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നത്. അതിലെ കൊഞ്ച് ചമ്മന്തി ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കൊഞ്ച് എനിക്ക് അധികമായിട്ട് കഴിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് മീൻ പൊള്ളിച്ചതാണ്, അപ്പോൾ അതും ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ വേസ്റ്റ് ആവുമോ, ഫുള്ളായിട്ടും കഴിക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ആയതുകൊണ്ട് ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ വിചാരിച്ചു ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന്. കഴിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എടുത്തില്ലെങ്കിൽ ഭയങ്കര മിസ്സിങ് ആയിപ്പോയനെ. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഡെസേർട്ടിൻ്റെ ഏരിയയിലേക്ക് വന്നു. അപ്പോൾ ഡെസേർട്ട്സൊക്കെ നോക്കിയപ്പോഴത്തേനും അവിടെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ കുറേ നേരം വായി നോക്കിയൊക്കെ നിന്നു. അപ്പോഴേക്കും ഡെസേർട്ട്സ് എല്ലാം വന്ന് റീഫില്ലായിട്ടുണ്ട്.
ഇത് പുഡിംഗ് ആണ് കേട്ടോ. പുഡിംഗ് എനിക്ക് എപ്പോഴും ഫേവറേറ്റ് ആണ്. ഇപ്പം എന്ത് ഫംഗ്ഷന് പോയാലും ഞാൻ പുഡിംഗ് ഒരു 1, 2 തവണയൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് പുഡിംഗ്. ഈ പുഡിംഗും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് അതിൻ്റെ കൂടെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ കേക്കും അതൊക്കെ എടുത്തിട്ട് പോയി ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ആക്രാന്തം മൂത്തിട്ട് പുഡിംഗ് തന്നെയാണ് ട്രൈ ചെയ്തത്. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. വായിൽ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ അലിഞ്ഞങ്ങ് പോവായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നാമത്, അതിൻ്റെയും കൂടി ആയിരിക്കും ചിലപ്പോൾ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. പിന്നീട് കേക്കും ട്രൈ ചെയ്ത് നോക്കി. കേക്കും അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു. ഓവർ മധുരമൊന്നുമില്ല. ഓവർ മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണ്. പിന്നെ ഉണ്ടായിരുന്നത് ഗുലാബ് ജാമാണ്. അപ്പോൾ ഗുലാബ് ജാമിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓൾവേസ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അത് പിന്നെ കിട്ടിലുമാണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അടുത്തത് പാലട പായസമാണ്. അതും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ഓവർ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും മധുരമൊക്കെ കഴിച്ചപ്പോൾ തന്നെ ഏകദേശം എനിക്ക് തല കറങ്ങാൻ തുടങ്ങി. കാരണം മധുരം ഒരുപാട് കഴിച്ചു. അങ്ങനെ നമ്മളെല്ലാം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ദേ ഇവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് ലൈവ് കാരിക്കേച്ചർ കണ്ടു. എന്നാൽ പിന്നെ ഞാനും ഒന്ന് ഇരുന്നേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം എൻ്റെ കാരിക്കേച്ചർ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു 10 മിനിറ്റൊക്കെ എടുത്തിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെയാണ് അദ്ദേഹം അത് ഫിനിഷ് ചെയ്തത്. അങ്ങനെ എനിക്ക് എൻ്റെ കാരിക്കേച്ചർ കിട്ടി ഗൈസ്. എങ്ങനെയുണ്ട്? ഞാൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കുമായിരുന്നു. ഞാൻ ഇതുപോലൊക്കെ തന്നെയാണോ ഇരിക്കുന്നതെന്നറിയാൻ. ഞാൻ ഇങ്ങനെയാണോ ഗൈസ് ഇരിക്കുന്നത്? അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇനി പുറത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അവിടെ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ കയാക്കിംഗ് ഉണ്ട്. അപ്പോൾ ഉച്ച സമയമായതുകൊണ്ടും വെയിലായതുകൊണ്ടും നമ്മൾ ആക്ടിവിറ്റീസിനായിട്ടൊന്നും ഇറങ്ങിയില്ല. ജസ്റ്റ് അവിടേക്കൊന്ന് കണ്ട് പോയതേ ഉള്ളൂ. പക്ഷേ എന്നാലും എനിക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങണം എന്നുണ്ടായിരുന്നു. അതിൻ്റെ സാധന സാമഗ്രികളൊന്നും തന്നെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ എല്ലാം ചുറ്റിപ്പറ്റി നിന്നതേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷം. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഏരിയയൊക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. ഫാമിലിയായിട്ടും അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.